അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽ അക്സുൽ മുസ്തവിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഖളിയയിലെ ഒരു ജുംലയിലെ ആദ്യ ഭാഗത്തെ രണ്ടാമതും രണ്ടാം ഭാഗത്തെ ഒന്നാമതും ഇടുന്നതിനെയാണ് അൽ അക്സുൽ മുസ്തവി എന്ന് ലളിതമായി പറയുക. രണ്ട് ഷർത്തുകളാണുള്ളത്. രണ്ട് ഖളിയയിലും ഒറിജിനൽ ഖളിയയിലും അക്സ് ചെയ്യപ്പെടുന്ന ഖളിയയിലും കൈഫ് ഒന്നായിരിക്കണം. ഒന്ന് മൂജബയാണെങ്കിൽ മറ്റേത് മൂജബയാവണം, ഒന്ന് സാലിബയാണെങ്കിൽ മറ്റേതും സാലിബയാവണം. രണ്ടാമത് രണ്ട് ഖളിയകളും ശരിയായിരിക്കുകയും വേണം, സ്വാദിക്കായിരിക്കണം, നുണയായി മാറരുത്. അതിൽ നമ്മൾ ആദ്യം സാലിബ കുല്ലിയയാണ് ചർച്ച ചെയ്തത്. സാലിബ കുല്ലിയയുടെ അക്സ് സാലിബ കുല്ലിയയാണ്. സാലിബ ജുസ്ഇയക്ക് അക്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ബാക്കി ശേഷിക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് മൂജബ കുല്ലിയ, രണ്ട് മൂജബ ജുസ്ഇയ. ഇത് പറഞ്ഞു തീരുമ്പോൾ അക്സ് മുസ്തവി കഴിയും. പിന്നെ നമ്മൾ അക്സു നഖീൽ എന്നുള്ളതിലേക്ക് കൂടി കിടക്കും. പിന്നെ മറ്റൊരു ഭാഗത്തേക്ക്, മറ്റൊരു സെക്ഷൻ ഓഫ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ കിടക്കുക. സോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മൂജബത്തുൽ കുല്ലിയത്തു തൻഅകിസു ഇലാ മൂജബ ജുസ്ഇയ. മൂജബ കുല്ലിയയുടെ അക്സ് മൂജബ ജുസ്ഇയയായിട്ടാണ് മാറുക. ഉദാഹരണം പറഞ്ഞാൽ കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ബാലുൽ ഹയവാനി ഇൻസാൻ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്നുള്ളതിൻ്റെ അക്സായിട്ട് കുല്ലു ഹയവാനിൻ ഇൻസാൻ എന്ന് വരണം. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? എല്ലാ ജീവികളും മനുഷ്യരാണ് എന്ന് വരും. അത് തെറ്റാണ്, സാധിക്കാവില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ബാലുൽ ഹൈവാനി ഇൻസാൻ എന്നാണ്. അത് ശരിയാവുന്നുമുണ്ട്. അതുകൊണ്ട് അതിൽ തന്നെ ഫിക്സ് ചെയ്യുന്നു. മൂജബ കുല്ലിയയുടെ അക്സ് മൂജബ ജുസ്ഇയയാണ്. കൗലിന കുല്ലു ഇൻസാനിൻ ഹൈവാൻ യൻഅകിസു ഇലാ കൗലിന ബാലുൽ ഹൈവാനി ഇൻസാൻ എന്നായി മാറും. വല യൻഅകിസു ഇലാ മൂജബ കുല്ലിയ. മൂജബ കുല്ലിയയിലേക്ക് അക്സ് ആവില്ല. അതുമാത്രമല്ല പറയേണ്ടത്. എന്തായാലും സാലിബ കുല്ലിയും സാലിബ ജുസ്ഇയും ഇതിൽ ചർച്ചയ്ക്ക് വരില്ലല്ലോ. കാരണം കൈഫിൽ വ്യത്യസ്തമായ ഒരു സംഗതിയല്ലേ സാലിബ എന്നുള്ളത് ഇവിടെ. അതുകൊണ്ട് മൂജബ കുല്ലിയ ആവില്ല. ആ കാരണം മനസ്സിലാക്കി വെച്ചോളൂ. ലി അന്നഹു യജൂസു അൻ യകൂനൽ മഹ്മൂലു വത്താലി ആമൻ കമാ ഫി മിസാലിന. അത് കാരണം ഇതാണ്, മഹ്മൂലും അതുപോലെ തന്നെ താലി. ഒരു ഹംലിയായ ഖളിയയിലാണ് മഹ്മൂൽ ഉണ്ടാവുക, രണ്ടാമത്തത്. ഈ മഹ്മൂൽ ഷർത്തിയായ ഖളിയയിലാണെങ്കിൽ താലിയായി മാറും എന്നാണ് നമ്മൾ പറയേണ്ടതായിരുന്നു. ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കഴിഞ്ഞ സെമിസ്റ്ററിൽ. താലി എന്നാണ് അതിന് പറയുക. ഷർത്തിയായ ഖളിയയിലാണെങ്കിൽ രണ്ടാമത്തേന് താലി എന്നാണ് വിളിക്കുക. താലി പറഞ്ഞാൽ രണ്ടാമത് വരുന്നത്. അൽഫിയയിലൊക്കെ പഠിച്ചില്ലേ. എന്തായാലും മഹ്മൂൽ, അത് മാത്രം നമുക്ക് പറയാം. മഹ്മൂൽ ആമാവാൻ സാധ്യതയുള്ളതുകൊണ്ട്. നേരത്തെ നമ്മൾ സാലിബ ജുസിയക്ക് അക്സ് ഇല്ലാത്തതിനൊരു കാരണം പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ലി ജവാസി ഉമൂമിൽ മൗലൂഇ എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ മൗലൂ ആമാവൽ ജായിസാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ പറയുകയാണ് മൂജബ കുല്ലിയക്ക് അക്സായിട്ട് മൂജബ കുല്ലിയ വരുന്നില്ല. കാരണം ലി അന്നഹു യജൂസു അൻ യകുനൽ മഹ്മൂലു ആമൻ. മഹ്മൂൽ ആമാവ്. അവിടെ മൗലൂ ആണ് ആമാവൽ സാധ്യതയുള്ളതെങ്കിൽ ഇവിടെ മഹ്മൂലാണ് ആമാവൻ സാധ്യതകൾ. അവിടെ സിമ്പിളാണ്, ഉത്തരം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫലാ യസ്തുഖു കുല്ലു ഹൈവാനിൻ ഇൻസാൻ എന്ന് ശരിയാവില്ല. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം എടുത്താൽ ചിലപ്പോൾ ശരിയാവും. പക്ഷേ നമുക്ക് മന്തിക്കിൽ എന്തേ പറ്റുള്ളൂ. മന്തിക്കിൽ ഒരു ഫുൾ തിയറിയാണ്. ഏതെങ്കിലും 2-3 ഉദാഹരണങ്ങളിൽ നടക്കുന്നു എന്ന് കരുതി അങ്ങനെ ഒരു കളി ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ ഉദാഹരണങ്ങളും ശരിയാവുന്ന ഒരു കളി ഉണ്ടാക്കണം. ഇവിടെ ശരിയാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മൂജബ കുല്ലിയയുടെ ഓപ്പോസിറ്റ്, മൂജബ കുല്ലിയയുടെ അക്സായിട്ട് മൂജബ കുല്ലിയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ സംഗതി ക്ലീൻ. മൂജബ കുല്ലിയയുടെ അക്സ് മൂജബ ജുസ്ഇയാണ്. മൂജബ കുല്ലി എന്തുകൊണ്ട് വരാൻ പറ്റില്ല? ലി ജവാസി അൻ യകൂനൽ മഹ്മൂലു ആമൻ. അപ്പോൾ ഇനി ഒരു സംശയത്തിലേക്കാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മൂജബ ജുസ്ഇയക്കിൻ്റെ അക്സ് നോക്കുന്നത്. വഹാഹുന ഷക്കുൻ തക്രീറു. ഇവിടെ ഒരു സംശയമുണ്ട്. എന്താ വെച്ചാൽ അന്നകുലന, നമ്മുടെ വാക്ക് കുല്ലു ഷെയ്ഖിൻ കാന ഷാബൻ. എല്ലാ വയസ്സന്മാരും പണ്ട് യുവാക്കളായിരുന്നു. എല്ലാ വൃദ്ധരും പണ്ട് യുവാക്കളായിരുന്നു. കളിയൊക്കെ ഒരു തെറ്റുമില്ല. നല്ല ഗംഭീര കിണ്ണം കാഴ്ച കളിയാണ്. അത് മൂജബ കുല്ലിയ സാധിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അക്സ് നോക്കി നിങ്ങൾ. ബാലു ഷാബി ഖാന ഷെയ്ഖൻ. ബാലു ഷാബി ഖാന ഷെയ്ഖൻ എന്നായില്ലേ വരിക? ചോദ്യമാണ് അല്ലേ. ചില യുവാക്കൾ ഖാന അവരായിരുന്നു ഷെയ്ഖൻ വയസ്സന്മാരായിരുന്നു. എങ്ങനെ ശരിയാവണത്? അത് തെറ്റല്ലേ വരിക? നിങ്ങളല്ലേ പറഞ്ഞു മൂജബ കുല്ലിയൻ്റെ കുല്ലു ഷെയ്ഖിൻ ഖാന ഷാബ് എന്നുള്ളതിൻ്റെ അക്സായിട്ട് ബാലു ഷാബി ഖാന ഷെയ്ഖൻ എങ്ങനെയാണ് ശരിയാവുക? കളിയ സാധിക്കല്ലല്ലോ.
ഓക്കെ ആണോ? ചോദ്യം മനസ്സിലായാലേ ഇപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഒരു മൂജബ കുല്ലിയയുടെ അക്സായിട്ട് മൂജബ ജുസിയ വരികയാണെങ്കിൽ ഈ കളിയെ ശരിയാവണ്ടേ, ഈ കളിയെ തെറ്റല്ലേ? ഉജീബ അൻഹു. അതിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ബി അന്ന അക്സഹു ലൈസ മാ ദക്കർത. ഒന്നാമത്തെ ഉത്തരം, നിങ്ങൾ പറഞ്ഞതല്ല ശരിക്കും അതിൻ്റെ അക്സ് മനസ്സിലാവണമെങ്കിൽ ആദ്യം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, അക്സ് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഒരു കളിയയിലെ മൗലു ഏതാണ്, മഹ്മൂൽ ഏതാണ്, ഒരു കളിയയിലെ ഫസ്റ്റ് പാർട്ട് ഏതാണ്, സെക്കൻഡ് പാർട്ട് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ മൗലു ഏതാണ്, മഹ്മൂൽ ഏതാണ് എന്ന് മനസ്സിലാവാതിരുന്നത്. ബി അന്ന അക്സഹു ലൈസ മാ ദക്കർത. നിങ്ങൾ പറഞ്ഞതല്ല അക്സ്, ബൽ അക്സുഹു. അതിൻ്റെ അക്സ് എന്താണ്? ബാലു മൻ കാന ഷാബൻ ഷെയ്ഖുൻ. മുമ്പ് യുവാക്കളായിരുന്നവരിൽ ചിലർ ഷെയ്ഖുൻ, ഇപ്പോൾ വൃദ്ധന്മാരാണ്. അപ്പോൾ നമ്മൾ ആ നോട്ടിലത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുല്ലു ഷെയ്ഖിൻ കാന ഷാബൻ എന്നുള്ളിടത്ത് മൗലൂവും മഹ്മൂലും മനസ്സിലാക്കുന്നിടത്ത് വന്ന പിശകാണ്. അതിൽ തെറ്റെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മൗലൂ ആയിട്ട് ഷെയ്ഖിനെ എടുത്തു, മഹ്മൂലായിട്ട് ഷാബിനെ എടുത്തു. അത് തെറ്റാണ്. മൗലു ആയിട്ട് ഷെയ്ഖ് തന്നെയാണ് വരേണ്ടത്, പക്ഷെ മഹ്മൂലായിട്ട് ഷാബല്ല, മറിച്ച് കാന ഷാബൻ എന്നാണ് വരേണ്ടത്. വെറും ഷാബല്ല, കാന ഷാബൻ. അപ്പോൾ ബാലു മൻ കാന ഷാബൻ അങ്ങനെ എടുക്കണം. അപ്പോൾ ശരിയാവും. ബാലു മൻ കാന ഷാബൻ, യുവാക്കളായിരുന്നവരിൽ ചിലർ. നിങ്ങൾ വെറും ബാലു ഷാബി എന്നാണ് പറയുന്നത്, അത് ശരിയാവില്ല. അവിടെ കാന ഉണ്ടല്ലോ, ആ കാന വെറുതെ വന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ബാലു മൻ കാന ഷാബൻ, യുവാക്കളായിരുന്നവരിൽ ചിലർ ഷെയ്ഖുൻ, അവർ വൃദ്ധരാണിപ്പോൾ. ഒരു തെറ്റുമില്ല, നല്ല സുഖമാണ്, അടിപൊളി കളിയായി മാറി. ഇനി അങ്ങനെ ഒരു ഉത്തരം പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഉത്തരം എന്താ? കാന എന്നുള്ളത് തന്നെ നിസ്ബ, അതാണല്ലോ കാന. ഷെയ്ഖിൻ്റെയും ഷാബിൻ്റെ ഇടയിൽ ബന്ധിപ്പിക്കുന്ന നിസ്ബ കാനയാണല്ലോ. ആ കാന മാലി തന്നെ ആവണമെന്നില്ല, അത് നിർബന്ധമൊന്നുമില്ല. അത് യക്കൂനും ആക്കിയാൽ മതി. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ബാലു ഷാബി യക്കൂന് ഷെയ്ഖ് എന്നാക്കാം. ചില യുവാക്കൾ പിന്നീട് വയസ്സന്മാരാവും, ചില യുവാക്കൾ വയസ്സാകുന്നതിൻ്റെ മുമ്പ് തന്നെ മരിച്ചു പോകും. അങ്ങനെ ആക്കിയാലും മതി. അപ്പോൾ വഖത്ത് യുജാബു ബി വജ്ഹിൻ ആഖറ. മറ്റൊരു ഉത്തരം കൂടി ഇതിന് വേണമെങ്കിൽ പറയാം. അന്ന ഹിഫ്ലൻ നിസ്ബത്തി, ആ നിസ്ബ കാന എന്ന നിസ്ബയെ അതേപോലെ, അതാണ് ഹിഫ്ൽ എന്ന് പറഞ്ഞാൽ, അതേപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഹിഫ്ല്, ആ നിസ്ബയെ അതേപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ലൈസ ബിലറൂറി, നിർബന്ധമില്ല. ഫിൽ അക്സിൽ ഒരു ഒറിജിനൽ കളിയയിലെ നിസ്ബ അതേപോലെ തന്നെ അക്സിൽ ഇട്ട് കൊടുക്കണം നിർബന്ധമല്ല എന്ന്. ഫാക്സുഹു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അക്സ് ബാലു ഷാബി യക്കൂന് ഷെയ്ഖൻ എന്നാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബാലു ഷബാബി യക്കൂന് ഷെയ്ഖൻ അല്ലേ? ഷബാബ് പറഞ്ഞാൽ ഷാബിൻ്റെ ബാലു ഷബാബി യക്കൂന് ഷെയ്ഖൻ. കുഴപ്പമില്ലല്ലോ. ചില യുവാക്കൾ പിന്നീട് വയസ്സന്മാരാവും. എല്ലാവരും ആവില്ല. എല്ലാവരും ആവുകയാണെങ്കിൽ പിന്നെ വയസ്സായിട്ട് മരിക്കുള്ളൂ എന്നുള്ളൊരു തിയറി വരുത്തേണ്ടി വരും. ഓഹോ സാധിക്കില്ല മഹാല. അപ്പം ശരിയാണ്. അപ്പോൾ രണ്ടുത്തരം പറയാം. നിങ്ങൾ പറഞ്ഞിടത്തുള്ള തെറ്റാണ്. നിങ്ങൾ അക്സാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് മൗലു ഏതാണ് മഹ്മൂൽ എന്ന് കൃത്യമായിട്ടൊന്നെങ്കിലും മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ ആ നിസ്ബന്നെ ഇപ്പുറത്ത് തന്നെ ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമല്ല. ഓക്കെ, ഈ രണ്ടുത്തരങ്ങളാണ് പറയാനുള്ളത്. അടുത്തത് വൽ മൂജബ അൽ ജുസ്ഇയ. മൂജബ ജുസ്ഇയയുടെ അക്സ് മൂജബ ജുസിയാണ്. മൂജബ കുല്ലിയയുടെ അക്സും മൂജബ ജുസിയാണ്. മൂജബ ജുസിയൻ്റെ അക്സും മൂജബ ജുസിയാണ്. ഉദാഹരണം ഇതിൽ പറഞ്ഞ് ബാലുൽ ഹൈവാൻ ഇൻസാൻ എന്നാണ്. അപ്പോൾ ചിലർ സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട്, ബാലുൽ ഹൈവാൻ മാത്രമല്ലല്ലോ ഇൻസാൻ, എല്ലാ ഹൈവാനും ബാലുൽ ഹൈവാൻ ഇൻസാൻ. ശരിയാണ്, ചില ജീവികൾ മനുഷ്യരാണ്, അത് ശരിയാണ്. ഓക്കെ, അതിൻ്റെ അക്സിലാണ് പ്രശ്നം വരിക. ഏനാക്കിസുല കൗലിന, അതിൻ്റെ അക്സായിട്ട് വരും ബാലുൽ ഇൻസാനി ഹൈവാൻ, ചില മനുഷ്യർ ജീവികളാണ്. അപ്പോൾ അതിലാണ് സംശയം ചോദിക്കുക ചിലവർ. ബാലുൽ ഇൻസാന് മാത്രമല്ലോ, എല്ലാ ഇൻസാനും ഹൈവാൻ. അപ്പോൾ മൂജബ ജുസിയൻ്റെ ഓപ്പോസിറ്റായിട്ട് മൂജബ കുല്ലി അല്ലേ വരേണ്ടത്. അത് ആ ജുംലയിൽ മാത്രമേ വരുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ എല്ലാ ജുംലയെയും ബാധിക്കുന്ന ഒരു തിയറി നമുക്ക് പറയണം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുല്ലി ഇൻസാൻ ഹൈവാൻ എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മൂജബ ജുസിയൻ്റെ ഓപ്പോസിറ്റ് മൂജബ കുല്ലിയാണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം എടുത്താൽ നമ്മൾ ഇതിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് അയച്ച ആ കോപ്പിയിൽ പറയുന്നത് ബഅ്ലുൽ മഅ്കൂലാത്തി അബിയദ്, നമ്മൾ തിന്നുന്ന ചില സാധ്യതകൾ വെളുത്തതാണ്. ഉദാഹരണം പഞ്ചസാര, ഉപ്പ്, വെണ്ണ ഒക്കെ വെളുത്തതാണ് എന്ന് വിചാരിച്ചിട്ട് കറുത്തലുവ വെളുത്തിട്ടല്ലല്ലോ തിന്നണത്, മൊത്തം വെളുപ്പല്ല അല്ലേ. ബഅ്ലുൽ മഅ്കൂലാത്തി അബിയദ്. അതേപോലെ തന്നെ ബഅ്ലുൽ അബിയദ് അൽ മഅ്കൂലാത്തു അൽ മഅ്കൂലുൻ. വെള്ളയിൽ ചിലത് മാത്രമേ തിന്നുന്ന സാധനം ഉണ്ടാവുള്ളൂ, ഭക്ഷ്യയോഗ്യമായ സാധനം ഉണ്ടാവുള്ളൂ. എല്ലാ വെള്ളയും തിന്നാൻ പറ്റുകയാണെങ്കിൽ മഞ്ഞ് തിന്നാൻ പറ്റും അല്ലേ, ഹിമക്കരടിയെ തിന്നാൻ പറ്റും. അങ്ങനെ ഹിമക്കരടിയെ തിന്നണ പോലെ തിന്നാം. അപ്പോൾ എല്ലാ വെള്ളനെയും തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം എന്താ അടി അവർക്ക് തിന്നേണ്ടി വരും. അപ്പോൾ ഇത് ബാലാണ്, എല്ലായിടത്തും ആ കഥയെ ശരിയാവില്ല. അപ്പോൾ മൂജബ ജുസിയൻ്റെ അക്സായിട്ട് മൂജബ ജുസിയാണ് വരേണ്ടത്. ഇവിടെയും ഒരു സംശയമുണ്ട്. വഖദ് യൂറദു അല ഇൻഇകാസിൽ മൂജബ അൽ ജുസ്ഇയ കനഫ്സിഹ ഈറാദുൻ.
ഇങ്ങനെ മൂജബ ജുസിയയെ മൂജബ ജുസിയ തന്നെയാക്കിയിട്ട് അക്സാക്കുന്നതിൽ ഒരു ഈറാദ്, ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. വഖദ് യൂറദു, ചിലപ്പോൾ വന്നേക്കാം. അല ഇൻ ഇകാസിൽ മൂജബ അൽ ജുസിയ, മൂജബ ജുസിയയെ അക്സാക്കുന്നതിൽ കനഫ്സിഹ, അതേപോലെ മൂജബ ജുസിയെ തന്നെയായി അക്സാക്കുന്നതിൽ വന്നേക്കാം ഈറാദ്, ഒരു സംശയം എന്നല്ല, ഒരു ഒബ്ജക്ഷൻ. എന്താണ് ആ സംശയം? എന്താണ്? ഉദാഹരണം, അന്നൽ വത്ദ ഫിൽ ഹാഇതി സ്വാദിഖുൻ, അല്ലേ? അല്ലെങ്കിൽ ബഅദുൽ വത്ദി, അവിടെ എന്താ അന്നാന്നേ പറഞ്ഞുള്ളൂ. ബഅദുൽ വത്ദി ഫിൽ ഹാഇതി, എൻ്റെ അടുത്ത് കുറച്ച് ആണികളുടെ 10 ആണികളുണ്ടായിരുന്നു, അതിൽ 5 ആണികൾ ചുമരുമയാണ്. ബഅദുൽ വത്ദി ഫിൽ ഹാഇതി, ചില ആണികൾ ചുമരിലാണ്. അത് ശരിയാണ്, കുഴപ്പമില്ല. ചില ആണികൾ എല്ലാ ആണിയും ചുമരുമന്നെ ആവണമെന്നില്ല, ഡെസ്ക് ബെഞ്ചുമേക്ക് ആവാം. അക്സുഹു, പക്ഷേ അതിൻ്റെ അക്സ് നോക്കി നിങ്ങൾ, ബഅദുൽ ഹാഇതി ഫിൽ വത്ദി എന്നായി മാറും. ചില ചുമരുകൾ ആണിമേലാണ്, ചുമരാണിമ നിൽക്കുമോ? അല്ലേ? ഉത്തരം ചുമക്കുന്ന പല്ലി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, അങ്ങനെ ആവും. ആണി തന്നെ പറയണം, ഞാനാണ് ഈ ചുമരിനെ ചുമക്കുന്നത് എന്ന് പറയുന്ന മാതിരിയാവും. ബഅദുൽ ഹാഇതി ഫിൽ വത്ദി, ചില ചുമരുകൾ ആണിമേലാണ്. ആണിമ ഏതെങ്കിലും ചുമര് നിൽക്കുമോ? അത് തെറ്റല്ലേ എന്ന്. ഇവിടെ നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്, നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും എന്ത് മനസ്സിലായിട്ടില്ല? മൗലൂവും മഹ്മൂലും മനസ്സിലായിട്ടില്ല എന്നാണ് അവരോട് പറയാനുള്ളത്. മൗലൂവും മഹ്മൂലും കൃത്യമായിട്ട് ഏതാണ് മൗലൂ ഏതാണ് മഹ്മൂൽ എന്ന് മനസ്സിലാക്കിയാലേ ഒന്നിനെ പിടിച്ച് രണ്ടിനെ പിടിച്ച് ഒന്നും ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അവിടെ ഏതാണ് പറ്റിയത്? അന്ന ലാ നുസല്ലിമു അന്ന അക്സഹാദൽ ഖളിയത്തി മാ കുൽത്ത, ലാ നുസല്ലിമു, ഞങ്ങൾ അംഗീകരിക്കില്ല, അന്ന അക്സഹാദിൽ ഖളിയ, ഈ ഖളിയയുടെ അക്സ് മാ കുൽത്ത, നിങ്ങൾ പറഞ്ഞ ഒന്നാണ് ഇതിൻ്റെ അക്സ് എന്ന് ഞങ്ങൾ സമ്മതിക്കില്ല, അതല്ല അക്സ്. മിൻ ബഅദുൽ ഹാഇതി ഫിൽ വത്ദി, ബഅദുൽ ഹാഇതി ഫിൽ വത്ദി എന്നുള്ളതാണ് ഇതിൻ്റെ അക്സ് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കില്ല. ബൽ അക്സുഹു, മറിച്ച് അതിൻ്റെ അക്സ് ഏതാണ്? ബഅദു മാ ഫിൽ ഹാഇതി, അവിടെ ഒരു ഫീന്ന് കൂടി ഉണ്ടല്ലോ. നിങ്ങൾക്ക് കോപ്പിയിൽ എഴുതി തന്നതുപോലെ മൗലൂവും മഹ്മൂലും, തെറ്റ് എന്താണ്? വത്ദ് എന്നുള്ളത് മൗലൂവും ഹാഇത്ത് എന്നുള്ളത് മഹ്മൂലും ആക്കുന്നതാണ് തെറ്റ്. ശരി ഏതാ? മൗലൂ വത്ദ് തന്നെ, പക്ഷെ മഹ്മൂല് ഫിൽ ഹാഇതി എന്നാണ്. അവിടെ ഒരു ഫീ എന്ന് വന്നത് വെറുതെ അല്ല, ഫിൽ ഹാഇതി എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിടണം? ബഅദു മാ ഫിൽ ഹാഇതി വത്ദുൻ, ചുമരിലുള്ളതിൽ ചിലത് എന്തുമാത്രമാണ്? ആണിയാണ്. അങ്ങനെ പറഞ്ഞൂടെ? ചുമരിൽ ചിലത്, ചുമരിൽ പല്ലുണ്ടാവും, കുമ്പളങ്ങ കൊറ്റുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു ആണിയുണ്ട്. അപ്പോൾ ആണികളിൽ ചിലത് ചുമരിലാണ്, ചുമരിലുള്ളതിൽ ചിലത് ആണിയുമാണ്. ഒരു കുഴപ്പമില്ല. വലാമിറിയാത്ത ഫീസിദ്ക്കിഹി, അത് ശരിയാണെന്നുള്ളതിൽ സംശയമില്ല. വബാക്കി മസാഇൽ ഉഖൂസി ഫി മിൻ അക്സിൽ മുവജ്ജഹാത്തി വശർത്തിയാത്തി ഫമദ്കൂറും ഫിൽ മുത്തവലാത്തി, അക്സ് മുസ്തവിയെക്കുറിച്ച് ഇനിയും വിശദമായി പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഫമദ്കൂറും ഫിൽ മുത്തവലാത്തി, നീണ്ട ദീർഘങ്ങളായ പുസ്തകങ്ങളിൽ അത് പറയും. ഇവിടെ നമ്മൾ ചെറുതാണ്, മുഖ്തസറാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മൂജബ കുല്ലിയയുടെ മൂജബ കുല്ലിയയുടെ അക്സ് മൂജബ ജുസിയാണ്, മൂജബ ജുസിയയുടെ അക്സ് മൂജബ ജുസിയാണ്. സാലിബ കുല്ലിയയുടെ അക്സ് സാലിബ കുല്ലിയാണ്, സാലിബ ജുസിയക്ക് അക്സ് ഇല്ല. രണ്ടാമതായി പറഞ്ഞത് 2 തരം സംശയങ്ങളാണ്. ഒന്ന്, ബഅദു ഷാബി കാന ശൈഖൻ, അല്ലേ? കുല്ലു ഷെയ്ഖിൻ കാന ഷാബൻ എന്നുള്ളതിൻ്റെ അക്സ് എടുക്കുന്നിടത്തുള്ള ഒരു സംശയം. 2, ബഅദുൽ വത്ദി ഫിൽ ഹാഇതി എന്നുള്ളതിൻ്റെ അക്സ് എടുക്കുന്നതിലുള്ള സംശയം. ആ സംശയത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഈ ചോദ്യം ഗ്രൂപ്പിൽ അയക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.